ഹായ് ഗൈസ്, ഇന്ന് ചെറിയ പെരുന്നാളായിരുന്നു. അപ്പോൾ അതുപോലെ പ്രഭാത ഭക്ഷണ ശേഷം ഞങ്ങൾ പള്ളിയിലേക്ക് നമസ്കരിക്കാനായി പെരുന്നാൾ നമസ്കാരത്തിനായി പോവുകയും അവിടെ പെരുന്നാൾ നമസ്കരിച്ച് സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ സന്ദേശങ്ങൾ പങ്കിട്ട് ഇവിടെ തിരികെ മടങ്ങി വീട്ടിലേക്ക് എത്തി. ഇന്ന് പെരുന്നാൾ ദിവസം ഞങ്ങളുടെ സ്ത്രീജനങ്ങൾക്കെല്ലാം റെസ്റ്റ് കൊടുത്തുകൊണ്ട് ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഡ്യൂട്ടിയൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കും. ഞങ്ങളിന്ന് ഒരു ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. പതിവും അത് തന്നെയാണ്. പെരുന്നാൾ ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കി ഞങ്ങൾ സഹോദരങ്ങളും വാപ്പയും ഉമ്മയും എല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി വെക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷനായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ ഒരു പാചക വീഡിയോയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെരുന്നാൾ ദിവസം എല്ലാവരും സാധാരണയായി ബിരിയാണി പല വീടുകളിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ദം ബിരിയാണിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബിരിയാണിയിൽ സാധാരണ പോലെ തന്നെ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, പൈനാപ്പിൾ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പ് റെഡിയാക്കി. അടുപ്പ് നമ്മൾ വിറകടുപ്പാണ് ഉപയോഗിക്കുന്നത്. അടുപ്പിലേക്ക് വിറകൊക്കെ ഇട്ട് തീയൊക്കെ കത്തിച്ചു. ഇനി ഈ പാത്രം അതിലേക്ക് വെച്ച് അരി വേവിക്കാൻ ആവശ്യമായ വെള്ളം ഇറച്ചി വേഗി മസാല റെഡിയാക്കുമ്പോൾ തന്നെ വെള്ളവും വയ്ക്കണം. അപ്പം മസാല റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് റെഡിയായി കിടക്കും. അങ്ങനെ സഹോദരിയുടെ മക്കളാണ്, അവർക്ക് വന്നു തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ ഇറച്ചി ഒന്ന് വേകാനായിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്ത് ഒന്ന് വെച്ചു. അപ്പോൾ അതൊന്ന് ഏകദേശം ഒരു അര വേഗമായപ്പോഴേക്കും അത് മാറ്റി. എന്നിട്ട് മസാല തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ചു. അതിൽ പച്ചമുളക്, സവാള, ചെറിയ ഉള്ളി മുതലായ എല്ലാം ഒന്ന് വഴറ്റിയെടുത്ത്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് ഒരു ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റുക. അതിനുശേഷം അത് വഴണ്ട് വരുമ്പോഴേക്കും പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി അതിലേക്ക് തട്ടി അത് അടച്ച് വേവിക്കുക. ചെറുതീയിൽ വേവിച്ചെടുക്കുക. ആ സമയത്ത് നമ്മൾ വെള്ളം തിളച്ചു, അതിലേക്ക് നമ്മൾ അരി കഴുകി വൃത്തിയാക്കി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് അതും അടച്ച് വെച്ചു വേവിക്കാൻ തുടങ്ങി. അങ്ങനെ അരി വെന്ത് ഒരു 3/4 വേഗമാകുമ്പോഴേക്കും നമ്മൾ അരി ഒരു കൊട്ടയിലേക്ക് ഊറ്റി വെള്ളം വാർന്നു പോകാൻ വെക്കുക. എന്നിട്ട് സവാള വറുത്ത് മുകളിൽ ദം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സവാള നമ്മൾ വറുത്ത് കോരി വെക്കുക. എന്നിട്ട് മസാല എപ്പോഴേക്കും റെഡിയായി. ആ മസാലയിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് അതിലേക്ക് തട്ടി ദം ചെയ്യലാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യമേ കുറച്ച് റൈസ് തട്ടി നിരത്തിയതിന് ശേഷം ഫുള്ളായിട്ടുള്ള ആ റൈസും ഫുള്ളും അതിലേക്ക് തട്ടി അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന പൈനാപ്പിളും ക്യാരറ്റിൻ്റെ മുകളിൽ ഇത് വിതറി. പിന്നീട് നമ്മൾ ആദ്യം വേവിച്ചപ്പോൾ തന്നെ കുറച്ച് ഗ്രേവി മാറ്റി വെച്ചിരുന്നു. ആ ഗ്രേവി ചോറിലേക്ക് കുറച്ചൊഴിക്കുക, കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് വറുത്ത് കോരിയ സവാള, കുറച്ച് ബിരിയാണി എസൻസ് അതുകൂടി ഒഴിക്കുന്നത് ചോറിനൊരു മണം കിട്ടുന്നതിന് നല്ലതാണ്. എന്നിട്ട് മൈദാമാവ് നനച്ച് ദം ചെയ്യുക. പാത്രത്തിൽ വെച്ചിട്ട് ദം ചെയ്യുക. അപ്പോൾ എയർ വെളിയിൽ പോകാതെ നല്ല രീതിയിൽ എയർ ടൈറ്റായിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാൻ സാധിക്കും. മുകളിൽ കുറച്ച് കനലൊക്കെ വിതറി അടിയിൽ നമ്മൾ ഓലയുണ്ടല്ലോ, ഓല വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് 2 മിനിറ്റ് മതി ആവറേജ്. നല്ല രീതിയിലൊന്ന് എരിച്ചു കൊടുക്കുക. എരിച്ച് ആവി കയറി വരുമ്പോഴത്തേക്കും തീയെല്ലാം മാറ്റി, അടുപ്പിൽ നിന്ന് തീയൊക്കെ മാറ്റി അതിന് 1 മണിക്കൂർ ദമ്മിലിട്ട് വെച്ചേക്കുക. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ആ ദം പൊട്ടിച്ചാൽ മതി. ആ സമയത്ത് എല്ലാവരും ആഘോഷവേളയിലാണ്, പെരുന്നാൾ ആഘോഷമല്ലേ, എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട്. മൈലാഞ്ചിയിടലും സ്ത്രീകൾക്കെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ വ്യാപൃതരായിരുന്നു. ഞങ്ങളവിടെ പാചകവും. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദം പൊട്ടിച്ചു. ഇതാണ് ദം പൊട്ടിച്ച അവസ്ഥ.
നല്ലൊരു ബിരിയാണിയുടെ മണം ഇങ്ങനെ മൂക്കിലേക്ക് വന്ന് കയറുന്നുണ്ട്. എല്ലാവരും അവിടുന്ന് ഇവിടുന്നായിട്ട് വന്നു. അങ്ങനെ ബിരിയാണി ആദ്യമേ നമ്മൾ റൈസ് ഒന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് ഞങ്ങളുടെ ദം ബിരിയാണി. അങ്ങനെ പാപ്പയും സഹോദരങ്ങളുടെ മക്കളും സഹോദരിയും എല്ലാവരും ചേർന്ന് ഒരുമിച്ച്. എല്ലാവരും മറക്കാതെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി വെക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.